കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട കലാഭവൻ മണി സാറ് മരണപ്പെട്ടിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇന്നാണ് അതിൻ്റെ 5ാം വാർഷികം. ആ വലിയ മനുഷ്യന് ഇന്നും ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊക്കെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും ആഘോഷിക്കുന്നത്. കാരണം ആ വലിയ മനുഷ്യൻ ചെയ്ത ഒരു കലാകാരൻ എങ്ങനെ ആവണം, ഒരു കലാകാരൻ എങ്ങനെ മനുഷ്യസ്നേഹമാവണമെന്ന് നമുക്കൊക്കെ കാണിച്ചു തന്ന വലിയ മനസ്സിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആര് സഹായത്തെ അഭ്യർത്ഥിച്ചു ചെന്നാലും അദ്ദേഹം ആ കണ്ണീരൊപ്പിയിട്ട് ആ പാവപ്പെട്ട സഹോദരനെ സഹായിച്ചിട്ടുള്ള മനസ്സ് കാണിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ആലപ്പുഴയുള്ള ഒരു സഹോദരിക്ക് 2.5 ലക്ഷം റുപ്യേൻ്റെ ഒരു എമർജൻസി മെഷീൻ വെക്കണം ഹൃദയത്തിലെന്ന് പറഞ്ഞിട്ട് കുവൈത്തിലുള്ളൊരു സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ സിസ്റ്ററിനെ നമുക്ക് മമ്മൂട്ടിയെ, മോഹൻലാലിനെ, മുകേഷിനെ അറിയിക്കുക, അവർ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെ വളരെ ഉറ്റ സുഹൃത്തുക്കളായ ആളുകൾ ആ മെസ്സേജ് മുഴുവൻ അയച്ചപ്പോൾ അതിന് തന്ന മറുപടി, ഇപ്പോൾ ക്ഷീണത്തിലാണ്, കൊറോണ ആയിട്ട് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ ഒരു അടുത്തുണ്ടായ സംഭവം. കലാഭവൻ മണി പറഞ്ഞ ആ മനുഷ്യനെയാണ് അത് അറിയിച്ചെങ്കിൽ ആ സഹോദരിയുടെ വിഷമം മാറ്റി കൊടുത്തിട്ടുണ്ടാകും അദ്ദേഹം. കാരണം അത്രക്കും കാരുണ്യ മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു ആ വലിയ മനുഷ്യന്. ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ പോലും